ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു കൊറിയൻ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റിയാണ് ഈ കൊറിയൻ ചിക്കൻ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലുണ്ടാക്കുന്ന സോസാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് പീസസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 6 ലെഗ് പീസസും 2 ബ്രസ്റ്റിൻ്റെ പീസസും കൂടി, ബ്രസ്റ്റിൻ്റെ 2 പീസ് കൂടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. സോയാ സോസിൻ്റെ കൂടെ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. അത് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന്, നിങ്ങൾ എടുത്ത പീസസിൽ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ലെമൺ ജ്യൂസ്, അതായത് ഒരു നാരങ്ങയുടെ പകുതി എടുക്കുന്നുള്ളേ, അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം പെപ്പർ പൗഡർ, നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അതാണ് കുറച്ചുകൂടി ഭംഗി വരുന്നത് കാണാനായിട്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വളരെ കുറച്ച് മതി കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരുപാട് നമ്മൾ ചിക്കനൊക്കെ വറുക്കുന്ന അത്രയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു മൈൽഡ് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു മുട്ടയെ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അതിനുശേഷം കോൺഫ്ലോർ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ മൈദയും കോൺഫ്ലോറും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ കോൺഫ്ലോർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവേ. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലോട്ട് കുറച്ച് മൈദ, ആദ്യം കുറച്ച് മൈദയാണ് എടുക്കുന്നത്. അതേ അളവിൽ തന്നെ നമുക്ക് കോൺഫ്ലോറും കൂടി എടുക്കാവേ. മൈദയും കോൺഫ്ലോറും ഒന്നുകിൽ, അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. അതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി എടുക്കാം. അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി. ഇതിന് ആവശ്യമായിട്ടുള്ള, ഈ മാവിന് ആവശ്യമായിട്ടുള്ളത് മാത്രം മതി. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാവിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് ഈ ചിക്കൻ ഒന്ന് പൊങ്ങി വരാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇടാവേ. കുറച്ചൊരു പിഞ്ച് മതിയാവും. അതും കൂടി ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഓരോന്നായിട്ട് ഇതിലോട്ട് ഡിപ്പ് ചെയ്യുക. ആദ്യം എന്താ പറയുക, ഈ മിക്സ് മൈദയും കോൺഫ്ലവറും ആയിട്ടുള്ള മിക്സിലോട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ കേട്ടോ, ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് വെറ്റായി പോകും, അതായത് നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് വെറ്റായി പോകാൻ സാധ്യതയുണ്ട് ഈ ചിക്കൻ്റെ പീസസ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു മുട്ടയൊക്കെ ചേർത്തിട്ട് ഒരു ഇതല്ലേ, നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഞാനിപ്പോൾ 1 കോട്ടേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോട്ടൊക്കെ ചെയ്യാം കേട്ടോ, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ 1 കോട്ടേ ചെയ്യുന്നുള്ളൂ. ഞാൻ അതുപോലെ എല്ലാ പീസസും ഇങ്ങനെ എടുക്കുന്നുണ്ട്. ലെഗ് പീസസ് ഞാൻ എടുത്തതിന് കാരണം ലെഗ് പീസ് ആകുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് എല്ലാ പീസസിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ബോൺലെസ് പീസ് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ, അത് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ മതി. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ടിട്ട് വറുത്ത് കൊടുക്കാതെ. നമ്മൾ ഒരുപാട് തിങ്ങി ഇടരുത്, കാരണം തിങ്ങിഞ്ഞെടുങ്ങി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ്റെ കോട്ടിങ് ആകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടുകയും ചെയ്യാവൂ. പിന്നെ ഒരുപാട് തിക്കിഞ്ഞെടുങ്ങി ഇടാനും പാടില്ല കേട്ടോ. ഞാൻ ആദ്യം 2 ലെഗ് പീസും ഒരു ബ്രസ്റ്റിൻ്റെ ഒരു ചെറിയ പീസും കൂടിയാണ് ഇടുന്നത്. ഞാൻ വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നുന്നു 3 സ്റ്റെപ്പായിട്ട് എങ്ങാണ്ടാണ് വറുത്തെടുത്തത് ചിക്കനായിട്ട്. നമ്മൾ നന്നായിട്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. കാരണം നമ്മൾ പിന്നെ വേവിക്കുന്നില്ല ചിക്കൻ. അപ്പോൾ ലെഗ് പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം വേവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പീസസിനനുസരിച്ച്, നിങ്ങൾക്ക് കുഞ്ഞു പീസസിനാണെങ്കിലും ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. കണ്ടോ, ഞാൻ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 3ാമത്തെ സ്റ്റെപ്പും വറുത്തെടുത്തു. കണ്ടോ, എണ്ണയൊന്നും അധികം കുടിക്കത്തില്ല കേട്ടോ, കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, ആ എണ്ണ അതിൽ ബാലൻസ് ഇരിപ്പുണ്ട്. ഞാൻ എല്ലാ പീസസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്.
സോസിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കുറച്ച്, അതായത് നോർമൽ വാട്ടർ. അതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അതിലോട്ട് കുറച്ച് സോയാ സോസ്, കുറച്ച് സോയാ സോസ് മതി. കാരണം സോയാ സോസിൻ്റെയൊക്കെ ഫ്ലേവർ ഒരുപാടായിപ്പോയാൽ നമുക്ക് ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ കെച്ചപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കെച്ചപ്പ് എല്ലാ ഇതിനെക്കാട്ടിയും മുന്നിൽ നിൽക്കണം കേട്ടോ, എല്ലാ സോസസിനെക്കാട്ടിയും. പിന്നെ കോൺഫ്ലോർ, അതൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഈ സോസ് കോൺഫ്ലോർ ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്. ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ലൈറ്റിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളറ് ചേർക്കാം കേട്ടോ. ഞാനൊരു ഡ്രോപ്പ് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ, വീട്ടിൽ കുട്ടികൾ കൊടുക്കുന്നതാണെങ്കിൽ കളർ ഒഴിവാക്കാം കേട്ടോ. അതാണ് എൻ്റെ ഇത്രയും റെഡ് കളറിലിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ, ഞാൻ ആ വറുത്ത് കോരിയ എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാലൻസ് ഉണ്ടായിരുന്നില്ല ആ എണ്ണ. അതിലോട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, ചെറിയല്ല, നന്നായിട്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അതിലോട്ട് കുറച്ച് ഗാർലിക്ക്, ചോപ്പ് ചെയ്ത ഗാർലിക്കാണ്, നമ്മൾ ജിഞ്ചർ യൂസ് ചെയ്യുന്നില്ല, ഗാർലിക്ക് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചോപ്പ് ചെയ്ത് ഫൈനലി ചോപ്ഡാണ്, അത് യൂസ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സോസും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. സോസ് ഒന്ന് ചൂടായി ഒന്ന് കട്ടിയായിട്ട് വരണം കേട്ടോ. ഇത് കണ്ടോ, നല്ല തിക്കാവണ്ട, എന്നാൽ ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. അല്ല, ചിക്കൻ പീസസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കൻ പീസസും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്, കൊറിയൻ ചിക്കൻ. ഇതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ സോസാണെങ്കിലും എല്ലാം കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ വെള്ള എള്ള് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, അത് പ്രശ്നമില്ല. പ്രത്യേകിച്ച് അതിന് ടേസ്റ്റൊന്നും ഇല്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ സോസാണെങ്കിലും ഇതിൻ്റെ ആ ക്രിസ്പിനെസ്, നമ്മൾ ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ചൂടോടുകൂടി സെർവ് ചെയ്താൽ മാത്രമേ ആ ചിക്കൻ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടല്ലേ എടുത്തത്, കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ആ ക്രിസ്പിനെസ്സും ആ സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാവാൻ പറ്റുന്നുണ്ടോ. ഞാൻ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്